ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് ഏർലി 30s തൊട്ടേ ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് മുട്ടിന് വേദന, നീ പെയിൻ, വിച്ച് ഇസ് ദ ബിഗിനിങ് ഓഫ് എർത്രൈറ്റിസ്. സോ നമ്മുടെ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ഇതൊക്കെ പെർഫെക്റ്റ് ആകും ഒന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് അല്ലെങ്കിൽ ത്രൂ ഡയറ്റ് ആൻഡ് ത്രൂ മെഡിക്കേഷൻ അതൊക്കെ കറക്റ്റ് ആക്കണം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സിമ്പിൾ എക്സസൈസ് ചെയ്യാം. ഞാൻ എൻ്റെ mid-40s. സോ ഐ എം ഡൂയിങ് ദിസ് എക്സസൈസ് എവറി ഡേ. ഇതുവരെയും ബൈ ഗോഡ്സ് ഗ്രേസ് നീ പെയിൻ ഒന്നും ഉണ്ടായിട്ടില്ല. സോ നിങ്ങളിത് മസ്റ്റായിട്ട് ചെയ്യുക. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കേൾ ദ ടോസ്. ഇതൊരു 15 to 20 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എക്സസൈസാണ് ആങ്കിൾ സ്ട്രെച്ച്. നമ്മളിതുപോലെ നമ്മുടെ കാല് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. ഇതും ഒരു 15 to 20 ടൈംസ് നിങ്ങൾ ചെയ്യുക. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു 10 ടൈംസ് എങ്കിലും ചെയ്താൽ മതി. ദെൻ ഗ്രാജ്വലി യു ഇൻക്രീസ് ഇറ്റ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് ഇല്ലേ, നമ്മുടെ നീ ഏരിയയുടെ ആ മസിൽസ്, 4 സൈഡിലുള്ള ആ മസിൽസ്, അത് വീക്ക് ആവുന്നതുകൊണ്ടാണ് നമുക്ക് മുട്ടിന് വേദന ഉണ്ടാകുന്നത്. സോ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ആ മസിൽസ് എല്ലാം സ്ട്രോങ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ നീ പെയിനും മാറും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ക്ലോക്ക് വൈസ് നമ്മൾ കാല് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. 15 to 20 ടൈംസെങ്കിലും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ എക്സസൈസാണ്. നമ്മൾ ഡയറ്റ് മെയിൻലി ശ്രദ്ധിക്കണം. നമ്മൾ എന്താ കഴിക്കുന്നത്? ചൂടാഹാരം കഴിക്കുക, നല്ല ഷൂ യൂസ് ചെയ്യുക, പിന്നെ AC കുറച്ച് യൂസ് ചെയ്യുക. ACക്കകത്ത് കിടന്നാലും നമുക്ക് കാലിന് ഇതുപോലെ വേദന ഉണ്ടാവും, കാരണം തണുപ്പടിക്കുന്നുണ്ട്. സോ ആഹാരം നമ്മൾ ചൂടായിട്ട് വേണം കഴിക്കാൻ. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതുപോലെ നമ്മളൊരു പില്ലോ എടുത്ത് വെച്ചിട്ട് നീഡ് അണ്ടറിൽ വെച്ചിട്ട് വേണം കാല് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാൻ. നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രീത്തിങ്. ഇൻഹേൽ ആൻഡ് എക്സേൽ. നമ്മൾ 2 കൈ ഇതുപോലെ തറയിൽ വെച്ച് നമുക്ക് നമ്മുടെ ബാക്കിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ, എസ്പെഷ്യലി സീനിയർ സിറ്റിസൺസ്. ഇതാണ് ഓൾട്ടർനേറ്റ് ആങ്കിൾ സ്ട്രെച്ച്. ചിലപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട് പെതുക്കി ഇങ്ങനെ മേലോട്ട് പോകും. അപ്പോൾ നമ്മുടെ കൈ കൊണ്ടൊരു സപ്പോർട്ട് കൊടുത്താൽ മതി. പിന്നെ അടുത്താണ് സിംഗിൾ ലെഗ് റേസ്. കൈ 2 ഇൻ്റർലോക്കിൽ വെച്ചിട്ട് കാല് പെതുക്കെ ബ്രിങ് ഇറ്റ് ടുവേർഡ്സ് യുവർ ചെസ്റ്റ്, പെതുക്കെ സ്ട്രെച്ച് ചെയ്യുക. ഇതുപോലെ 15 to 20 ടൈംസ് ചെയ്യുക. അടുത്താണ് നിങ്ങളൊരു ടവൽ ഇതുപോലെ ചുരുട്ടിയിട്ട് നിങ്ങളുടെ നീഡ് അണ്ടറിലോട്ട് വെച്ചിട്ട് നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10-15 സെക്കൻഡ്സ് എങ്കിലും നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണം. 2 കാലിനും ഇതേപോലെ തന്നെ 15 സെക്കൻഡ്സ് എങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മൾ ബാക്ക്വേർഡ് വാക്കിംഗ് ചെയ്യണം, മസ്റ്റാണ്. ബാക്ക്വേർഡ് വാക്കിംഗ് ഈസ് എ വെരി ഗുഡ് എക്സസൈസ്. ആൻഡ് കാഫ് എക്സസൈസ് ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ പറയാറില്ലേ, നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണെന്ന്. സോ കാഫ് എക്സസൈസ് മസ്റ്റായിട്ട്. രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ, ബെഡിൽ നിന്ന് എണ്ണിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി ഇത് തന്നെ ആയിരിക്കണം. ഇത് തന്നെ നമ്മളൊരു 10 ടൈംസ് എങ്കിലും ഒന്ന്